Aliens. ഒരു കാര്യം ചോദിക്കട്ടെ, ഞാനാണോ ക്ലീറ്റോനെ ചീത്താക്കിയത്? ആണ് ആണ് ചേച്ചി തന്നെയാണ് ചീത്താക്കിയത്. എടാ ഇവള് സ്കൂളിൽ ചേച്ചിയുടെ അടുത്ത് എന്ന് പറഞ്ഞേക്കുന്നത് ഞാനാണ് ക്ലീറ്റോനെ ചീത്താക്കിയേക്കുന്നത്. ക്ലീറ്റോ കുറെ നല്ല മനുഷ്യനായിരുന്നു. ആയിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോ ക്ലീറ്റോ ചേട്ടൻ നല്ല മനുഷ്യനായിരുന്നു. ചേച്ചിയുടെ കൂടെ കൂടിയപ്പോഴാണ് ഇങ്ങനെ ആയത്. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ തന്നെ തീരുമാനിക്കുന്നത്. നീ പറയടാ. ഞാനാണ് തീരുമാനിക്കുന്നത്. നിന്റെ കൂടെ പറപ്പൊക്കെ പിന്നെ നീ പറ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ ഇടപെടണം എന്ത് കാര്യത്തിനാ? ഞാൻ ഇടപെടും. എന്റെ ആങ്ങളുടെ ജീവിതത്തിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടും. നിങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ചേച്ചി തള്ളി കയറി വരുമല്ലോ. എന്നും ചേച്ചി വരാറുണ്ട്. ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോഴൊക്കെ ചേച്ചി എപ്പോഴും വരാറുണ്ട്. ജീവിതം ഇങ്ങനെ ആക്കിയത് നീ നിന്റെ കൊറോണ മിച്ചി കൂടെ. എന്താ എടാ 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 ഇവരുടെ ജീവിതം ഇങ്ങനെ ആക്കിയത് ഞാനും കൊറോണ അമ്മച്ചും കൂടെയാണ്. അല്ലേ കനക? അതെ അതെ, ഈ വീട്ടിൽ വന്നിട്ട് നീ കൊറോണ അമ്മച്ചി എന്ന് പറഞ്ഞ ആളെ എനിക്ക് സമാധാനം തന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ ഒരു മരണത്തിൽ പോയിട്ട് വരാണ്. കുറച്ച് മനസ്സമാനമാണ് എനിക്ക്. രണ്ടെണ്ണം ഇനി ഇവിടെ നിന്ന് വെളിച്ചിൽ കാണിച്ചാ ഇതിപ്പോ ഇവനെന്തിനാ നമ്മളെ ചീത്ത പറഞ്ഞു? വല്ല പൊട്ടനും കടിച്ചു കാണും. മെനകെട്ടവൻ. കുറച്ച് കഴിഞ്ഞിട്ട് വരാം. നമ്മൾ സെറ്റ്. ചായ കേട്ടാ, ചായ. ചേച്ചിയായിട്ടേ ഒച്ചയെടുത്ത് വർത്താനം പറഞ്ഞിട്ടാന്ന് തോന്നുന്നു. തല കിടന്നങ്ങ് വിങ്ങണം. ചേട്ടാ മനുഷ്യന്റെ ഓരോ കാര്യങ്ങൾ ആലോചിക്കാൻ. ഇനി ആ ജോയിയുടെ കുടുംബത്തിൽ ആരും ഇല്ലല്ലേടി. ജോയി മരിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ തന്നെ അവന്റെ പെണ്ണ് വേറെ കെട്ടിപ്പോയില്ലേ. അവന്റെ പെണ്ണ് വേറെ കെട്ടിപ്പോയി. പിന്നെ അമ്മ മരിച്ച്, ഇപ്പൊ അപ്പൻ മരിച്ച്. നല്ല മനുഷ്യരെയൊക്കെ ദൈവം പെട്ടെന്ന് വിളിക്കും. ആലോചിച്ചോണല്ലേ, എല്ലാം ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ എന്തെല്ലാം പ്രതീക്ഷിക്കും. ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ, എന്താ ഒരു മനുഷ്യൻ വന്ന് ചില മനസ്സ് തുറന്ന് സംസാരിക്കുന്ന സമയത്ത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുന്നത്. ഇത്ര സങ്കടപ്പെടേണ്ട എന്തിനാ? എന്റെ കൂട്ടുകാരന്റെ അച്ഛനല്ലേ മരിച്ചത്. ഞാൻ പറഞ്ഞില്ല എനിക്ക് തലവിലെടുത്തിട്ട് വയ്യെന്ന്. എന്തൊരു അടിയാണ് അടിച്ചത്. നീ കിടന്ന് ഉറങ്ങ. ഞാൻ കേട്ടായിരുന്നു. കേൾക്കണ്ട. ഇത് നല്ല പാട്. ലില്ലി ലില്ലി പി അവനിങ്ങോട്ട് വിളിക്ക്. എന്തിനാ? പഴംപൊരി കൊടുക്കാം. സോപ്പിടാനാ. അവനവിടെ ഇല്ല. അയ്യോ, അതോടെ പോയി. എന്റെ പൊന്നിയേച്ചി ഒന്നും പറയണ്ട. ആ മരിപ്പ് കഴിഞ്ഞ് വന്നില്ലേ, ഏട്ടന്റെ ആരോ മരിച്ച പോലെ കിടന്ന് വെപ്രാളം കാണിക്കുന്നുണ്ട്. നമ്മളൊരു കാര്യമില്ലാതെ ബെഡ്റൂമിൽ ഇരിക്കുവായിരുന്നു. ഞാനാണെങ്കിൽ ചേച്ചിയായിട്ട് വഴക്ക് പിടിച്ചാൽ എന്റെ തല വെട്ടിപ്പൊളഞ്ഞിട്ട് പോയപ്പോ ഞാൻ എന്തായിട്ട് കാര്യം എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്ന ചേച്ചി കിടന്നോണ്ടാ കേട്ടത്. പറഞ്ഞ് പകുതി ആയപ്പോ തന്നെ ഞാൻ ഉറങ്ങിപ്പോയി ചേച്ചി. ഒരു ഒറ്റ അടി എന്റെ കാലിൽ ഇവിടിട്ട് കേട്ട്. ഞാൻ ഉറങ്ങിപ്പോയി കാര്യം പറഞ്ഞോണ്ടിരുന്നപ്പോ. എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഞാനാണ് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഇപ്പൊ അവിടെ നോക്കിയിട്ട് കണ്ടില്ല. ഞാൻ വിളിച്ചു നോക്കിയപ്പോ പറയാണ് ആ മ്യൂസിയത്തിന്റെ അവിടെ ഏതോ കൂട്ടുകാരന്മാരായിട്ട് നിപ്പുണ്ട്. പോയിട്ടൊക്കെ വരട്ടെ. ഇതും പഴംപൊരി. വർഷോപ്പിലല്ലേ പോകുന്നുണ്ടല്ലോ. അവിടെ പോയി ഏട്ടന്റെ കൂട്ടുകാരന്റെ ഒരു അച്ഛൻ. എന്റെ ഭയങ്കര വലിയ കൂട്ടുകാരനായിരുന്നു. ആ ചേട്ടനാണ് ഒരു ആക്സിഡന്റിൽ മരിച്ചതാ. അങ്ങനെ മരിച്ചു പോയാണോ? അവരിപ്പോ എല്ലാം മരിച്ചു. കുറച്ച് നാൾക്ക് മുമ്പ് അമ്മയും മരിച്ചു, ഇപ്പൊ അച്ഛനും മരിച്ചു. ചെറുക്കന്റെ മരണം ഒട്ട് ഇവിടുന്നാടാ പോയത്. അതാണ് ഏറ്റവും സങ്കടം. ഇവിടുന്നാ പോയത്. രണ്ടുപേരും കൂടെ ഏതാണ്ട് ഉത്സവമൊക്കെ കൂടിയിട്ട് ഇവിടെ വന്ന് ലേറ്റ് ആയിട്ട് നല്ലോണം രാത്രിയായി. ആ ചേട്ടനെ ഇവിടെ കൊണ്ടാക്കിട്ട് പോയതാ. അങ്ങനെ ഇവിടുന്ന പോയപ്പോഴാ മരിച്ചത്. കാരണം ഏട്ടന് ഭയങ്കര വിഷമാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുറത്തോട്ട് കയറണ എന്തിനാ?
അതൊരെണ്ണം അവനെ വെക്കീനി. ഞാൻ ആ ചെറുക്കനെ ഒരെണ്ണം വെച്ചാ പോരെ? സഹോദര സ്നേഹം കവിഞ്ഞ്. ഇനി അവിടെ നിന്ന് കൊടുക്കല്ലേ കേട്ടോ. ഇനി ഇത് കൊടുക്കൂല. ഒന്നാമത്തെ കൊളസ്ട്രോൾ ഉണ്ടാവും അവന്. ഇത് ലില്ലിപ്പണ്ട് വന്നല്ലേ? ആഹാ, ആ ലില്ലിപ്പെണ്ണിനെ ആരും കൊടുത്ത്? അന്നൊരു പണി അച്ചാച്ചന്റെ ഇങ്ങോട്ട് എടുത്തോണ്ട് പോവാ. തന്നേരെ, ഞാൻ കൊടുത്തോളാം അവന്. ഞാൻ അവന് കൊടുക്കാൻ വേണ്ടിട്ട്, അവനെ സോപ്പിടാൻ വേണ്ടിട്ട്. നിങ്ങൾക്ക് വിഷമായിട്ട് വരും. അതിന് എന്നാ ചടങ്ങെല്ലാം കഴിഞ്ഞായിരുന്നു. അല്ല പിന്നെ എനിക്ക് നിന്നല്ലേ പറ്റുള്ളൂ. അത്ര ചങ്കലായിരുന്നു ഞാനും ജോയി. അപ്പം പോയതിന് ശേഷം പിന്നെ ഈ പറഞ്ഞ കണക്ക് അവൻ്റെ അച്ഛൻ എപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്കറിയില്ല. ബാക്കിയെന്ന് പറഞ്ഞോടാ. എന്തായാലും ഞാൻ വിളിക്കാടാ. എന്തായാലും ശരി, വിളിക്കാം. കനക, കനക, ഇതെപ്പോ പേടിച്ചു വേട്ടനെന്ത് ഇവിടെ വന്നിരിക്കുന്ന? എന്തെന്നെ വിളിക്കാഞ്ഞ? എന്തുറ്റി? എന്താകെ വിയർത്തിരിക്കുന്നു? ഓടി ഏട്ടൻ. പട്ടി പിടിച്ചിട്ടാ? ഏട്ടാ എന്തുറ്റി? എന്തിനും കണ്ടു പേടിച്ച? എന്തൊക്കെ കാണിക്കണം? എന്താന്ന് നേരെ നിന്ന് എന്ത് കാണിക്കണം? കുളിച്ചിട്ട് തോർത്ത് അവിടെ കിടപ്പുണ്ട്. എന്താട്ടാ? എന്താ എന്തുപറ്റിന്ന്? എന്റെ പൊന്നെ, മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ല. എന്തേട്ടന് പറ്റിയത്? സ്വപ്നം കണ്ട? ജീവൻ പോയി. കിടക്ക്. നല്ല കുഴപ്പമുണ്ടോ ഏട്ടന്? വെള്ളം വരെ വേണോ? മറന്നു നീ എന്നെ? എൻ്റെ അപ്പനെ കാണാൻ വന്നപ്പോൾ ഞാൻ കരുതി നീ എന്നെ മറന്നിട്ടില്ല. എനിക്കറിയാം എന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ ഉള്ള ഞെട്ടലാണ് നീയെന്ന്. നീ മാത്രമാണ് കനക എന്നെ മറക്കാതിരുന്നത്. എൻ്റെ അമ്മച്ചി ആദ്യമേ അങ്ങെത്തി, ഇപ്പതേ അപ്പനും. ഇനി ഇവിടെ എന്നെ സ്നേഹിക്കുന്നത് നീ മാത്രമല്ലേ ഉള്ളൂ. അപ്പം എനിക്ക് തോന്നി നിന്നെ ഒന്ന് കണ്ടിട്ട് പോവാം. ഇവിടെ എൻ്റെ കുടുംബവും സഹോദരങ്ങളും എല്ലാം ഉള്ള നീ പൊയ്ക്കോ. അവർക്കാർക്കും എന്നെ കാണാൻ പറ്റില്ലടാ. എനിക്ക് അവരാരെയും കാണുകയും വേണ്ട.
എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ടടാ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2 ദിവസം നിന്റെ അടുത്ത് ഇരുന്നിട്ട് ഒന്ന് പൊക്കോളാം. അതെ, എനിക്കൊരു ചായ കിട്ടും. ചായ? ചെല്ലടാ. നിന്നെ എന്നെ ആരും കാണില്ല, ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ എണീച്ചുള്ള അല്ല ഇപ്പൊ മാമ ഇത്ര സംസാരിച്ചത്. ഞാൻ വിചാരിച്ചു മാമ ഇവിടെ ഉണ്ടെന്ന്. ആര് സംസാരിച്ച ഇത്ര നേരം? ഞാനൊരു ഒരു നാടകത്തിന്റെ റിഹേഴ്സൽ നടക്കാണ്, ഓർത്തോണ്ടിരിക്കാണ് മക്കളെ. ഓ എനിക്ക് ഈ മലയാളം പോയത്തിലൊരു ഡൗട്ട്. ഇതാണ്ട് അമ്മ ഇതിന്റെ അർത്ഥം പറഞ്ഞ അമ്മ. അത് നമുക്ക് അങ്ങോട്ട് പോയി. ബാ മാമിയ പേടിക്കണ്ട, എന്നെ ആരും കാണില്ല. ഓ ഞാനേ മാമന്റെ അടുത്ത് ഇതിന്റെ ഡൗട്ട് ചോദിക്കും. മാമ എവിടെ? ആ ഇതെവിടെ പോയാ? മാമ അതെ ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞാ മാമി. പോയതിന്റെ ഈ പോയതിന്റെ അർത്ഥം ഈ കുളിർമണിയാ. മാമന് ഭയങ്കര തലവേന മക്കളെ. മാമൻ പിന്നെ പറഞ്ഞുതരാം. ഓ എന്നാ പിന്നെ മതി, കുഴപ്പമില്ല. തലവേനടിക്കുന്നു. 2 ചായ അടി. നടു തരണോ? വേണ്ട കുഴപ്പമില്ല, 2 ചായ എടുത്തോ. അല്ല എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട അമ്മി, ചായ വേണ്ട. കുഞ്ഞിന് വേണ്ടേ? ഞാൻ കുടിച്ചു. അതല്ല, 2 താ. തലവേദനക്ക് 1 ചായ താന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇത് 2 ചായ എന്തിനാ? ഒരെണ്ണം കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. നല്ല അത്രയും വേണ്ടി തലവേനുണ്ട്. ഒരെണ്ണം കുടിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വിളിച്ചാ പോരെ? ആ ഞാൻ ഒരെണ്ണം കൂടെ കൊണ്ടുവന്ന് തരത്തില്ലേ? ലില്ലിന്ന് വിളിച്ചൊന്നുമല്ല, പരാതിയില്ലേ? അത് വേണ്ട. മാമന് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു തന്നാ പോരെ? വലിയ ഗ്ലാസ്സിൽ, വലിയ ഗ്ലാസ്സിൽ ഒഴിച്ചു തന്നാ പോരേന്ന്. 2 ഗ്ലാസ്സിൽ ഒഴിച്ചാ കുഴപ്പം. ഇപ്പൊ 2 ഗ്ലാസ് ഒഴിച്ചിട്ട് ഇങ്ങനെ 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 കുടിക്കും. ഞാൻ ഇന്നിപ്പോ അങ്ങനെ കുടിക്കാൻ പോവാ. തലവേദനയാണെങ്കിൽ തലയ്ക്ക് വല്ല അസുഖമാണ്. തലവേദനയായിട്ട് വാ ഇവിടെ ഇരിക്കുന്ന വാ, അകത്തോട്ട് ഇരിക്കാം. നീ ധൈര്യമായിട്ട് ഇങ്ങ് വാ, എന്നെ ആരും ഇവിടെ കാണില്ല. നീ വന്നേ. 2 ചായ വെച്ചപ്പോ തന്നെ അവർക്ക് സംശയമായിട്ടില്ല. അല്ലെങ്കിൽ ഈ തിണ്ണയിലൊക്കെ നമ്മൾ എത്ര കാലം വന്നിരുന്നിട്ടുള്ളതാണ്, നിനക്ക് ഓർമ്മയില്ല? പിന്നെ ഞാനതൊക്കെ ഇങ്ങനെ ആലോചിക്കും. അല്ല, ഞാനിപ്പോഴും ആലോചിച്ചെന്ന് പറയാം. അന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് വന്നിട്ട് എല്ലാ ദിവസവും താമസിച്ച് നീ ഇവിടെ കിടന്നിട്ട് പോണ ആളാണ്. അന്ന് എന്തിനാണ് നീ വാശി പിടിച്ച് പോയത്? അല്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു? ഏയ് അങ്ങനെയൊക്കെ നിനക്ക് എപ്പോഴും എന്നെ കാണുമ്പോൾ പേടി മാറിയിട്ടില്ല അല്ലേ? എടാ, നിന്നെക്കാളും പേടി എനിക്കായിരുന്നില്ലേ? അതെനിക്കറിയാം. അയ്യോ, നിനക്ക് ഓർമ്മയില്ലേ മറ്റേ സന്ധ്യ തൂങ്ങി മരിച്ചിട്ട്? പക്ഷെ അവൾ എന്തിനാണ് അന്ന് മരിച്ചത്? പക്ഷെ ഞാൻ വീണ്ടും തൂങ്ങി മരിച്ച വീടിൻ്റെ അടുത്തോടൊക്കെ പോകും. നീ ആ ഏരിയ പോകില്ല. നമ്മൾ പിന്നെ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ നീ വേറെ വഴി കൂടെയാണ് പോകുന്നത്. പിന്നല്ലാതെ. പക്ഷെ എനിക്കിപ്പോൾ ആ പേടിയൊക്കെ മാറി കേട്ടോ. സന്ധ്യ പേടിയില്ലേ? നമ്മളിപ്പോൾ നല്ല ഫ്രണ്ട്സ് അല്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ച കൂടി കണ്ട് സംസാരിച്ചതല്ലേ. ഇടാ, തൂങ്ങി മരിച്ച സന്ധ്യ, ബസ് ഇടിച്ച് മരിച്ച ബാബു, അവരൊക്കെ നമ്മൾ കാണുന്നതാ. തമാശയല്ല. പാവം സന്ധ്യക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്, അതുകൊണ്ടാണ് അവൾ അന്ന് അങ്ങനെ ചെയ്തത്. പേടിയൊക്കെ മാറി. ഇതെന്താടാ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കണേ? ഒറ്റയ്ക്കിരുന്ന് ചിരിക്കണേ എന്താ? ഞാനൊരു മറ്റേ ഒരു പഴയ സിനിമ കണ്ടതിനെ പറ്റി ആലോചിച്ചിരിക്കുകയായിരുന്നു. പിന്നെ നീ ആരോട് വർത്താനം പറയുന്നുണ്ടായിരുന്നല്ലോ? ആരും പറഞ്ഞാലും കേട്ടില്ല. ഇവിടെ ആരെങ്കിലും ഇരിക്കണ ഇപ്പൊ? കണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇല്ല. ആ പിന്നെന്ത്? അതാ അപ്പൊ ഏത് സിനിമയാ അത്? അങ്ങനെ പഴയ ഒരു സിനിമയുടെ ഒരാളെ കണ്ടോടാ. എവിടെ എവിടെയാള്? എവിടെ കണ്ട ചാടി കയറി കയറിത്തോളൂ. എവിടെയാണ് ഇവനിത് എന്താ ചെറുക്കൻ ഇച്ചിരി ചായ എടുത്ത് നിർത്തി? നിനക്ക് എന്താ കുഴപ്പം? ഞാനൊരു സമാധാനം ഇവിടെ തലവേനെടുത്തായിരിക്കും, അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒന്നും ആരും സംസാരിക്കാറില്ല കനക? നിന്റെ സമാധാനം കളയാൻ വേണ്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്നവര്. ഇതൊരുമാതിരി വൃത്തിയായിട്ട് വർത്തമാനമാണേ. എന്തുപറ്റി? എടി ഒരു കാര്യമില്ല, ഇവൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ച എന്ത് പറ്റിയുടെ എന്താ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കണത്? എന്തോ സിനിമ എന്തോന്ന് പറഞ്ഞിട്ട് ദേ ചെറുക്കനെ വെറുതെ ചീത്ത പറയുന്നു.
അല്ലെ ഞങ്ങളോട് പറഞ്ഞ തലവേദനയാണ് 2 ചായ വേണമെന്ന്. ആർക്ക് തലവേദന? ഇവനോ? എന്നിട്ടാണ് ഇവിടെ നിന്ന് പൊട്ടിച്ചിരിക്കണ കണ്ടത്. ഇവിടെ കുറച്ച് മനസമാനമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അകത്ത് പോയിരിക്കാം. ഈ വരാന്ത നിനക്ക് സ്ത്രീധനം എഴുതി തന്നേക്കുന്നതാണ്. അല്ല. പിന്നെന്താ? അവനൊരു ചായ എടുത്തു നോർത്ത് നിനക്ക് ഇപ്പൊ എന്താ കുഴപ്പം? അയ്യോ, എന്താണ് പറ്റിയത്? ഭയങ്കരായി പോയി. എന്ത് പറ്റി? ഭ്രാന്ത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേടി നിന്നോട്? അത് 2 ചായ 2 ചായ വേണമെന്ന്. ഒരു ഭ്രാന്ത് പിന്നെ, അല്ലാതെ വേറൊന്നുമല്ല. പോട്ടെ, സാറില്ല. വായിരിക്കുന്ന എല്ലാം പറഞ്ഞിട്ട് വന്നു. ഞാൻ വരുന്നില്ല, ഇത്രയും വായിരിക്കുന്ന പറഞ്ഞിട്ട്. നിന്നെ ആര് വിളിച്ച്? ഫിലിപ്പ് വിളിച്ചതാ. നിന്നെ അല്ല. നിനക്കേ നാണമില്ല നിനക്ക്, അതാണ്. നീ അവന്റെ പുറകെ കഞ്ഞകമ്മച്ചമ്മി വിളിച്ചോണ്ട് പൊക്കോ. ഞാനാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കൂല. പോട്ടെ സാറേ, ചായ വേണോ? ഒന്നും വേണ്ട, വാ ചായ എനിക്ക് വേണ്ട. എല്ലാവരും വായിരിക്കുന്ന കേട്ടോ നീ ചായ. നമ്മൾ സംസാരിച്ചില്ല. നമ്മളെന്നറിയാമോ, നമ്മള് നിനക്ക് ഓർമ്മ ഉണ്ടാ? ഇത് പണ്ട് ഇതിന്റെ മേളിൽ നിന്നിട്ട് ഈ മാവ് ഇത് മാവ് പിന്നെ പൊടിച്ചതാ. നമ്മള് കോളേജിലൊക്കെ ആയപ്പോ പിന്നെ വന്നത്. ഇതാണ്ട് ഒരു മാങ്ങ നീ പിടിച്ച നീ വേണ്ട നിൽക്കണ്ടാ എറിയടാ. ഇതാണ്ട് നീ എറിയ അല്ല ആയിരിച്ചിട്ടാ നിനക്ക് പണ്ട് നീ എറിയാൻ കണ്ട ഇതേട്ടാ ഇത്രയേ ഉള്ളു സാധനം. മനസ്സിലായില്ലേ? ഇതണ്ട ഇത് ഉപ്പൂടെ എടുത്തിട്ട് മുളകും വെച്ച് പൊളിക്കാം നമുക്ക്. എനിക്കൊരു പിടിയും കിട്ടില്ല. ഞാൻ മരിപ്പിന് പോയിട്ട് വന്നില്ലേ ചേച്ചി, അന്ന് തുടങ്ങിയതാണ്. മരിച്ച ആളാരായിരുന്നു? അമ്മ ജോയി എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരനില്ലേ, ആ ചേട്ടൻ്റെ അച്ഛൻ. വീട്ടിനോട് ഞാൻ പറഞ്ഞല്ലേ ജോയിയുടെ അച്ഛൻ. എനിക്ക് ആ പേര് ഈ മരിച്ച വീട്ടില് പോയിട്ട് വരുമ്പോ ഇനി അവിടത്തെ വല്ല എന്താന്ന് എനിക്കറിയാൻ പാടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഉമ്മറത്തിരിക്കുവായിരുന്നു, ഏട്ടനിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഉടനെ വന്നിട്ട് അപ്പുറത്തെ കസേര കയറിയിരുന്നു. അപ്പം എന്നോട് പറയുക അവിടെ ഇരിക്കരുത്, മറ്റേ ചാരു കസേരയില്ലേ അവിടെ കയറിയിരിക്കാൻ. ഞാൻ എപ്പോഴെങ്കിലും അവിടെ ഇരുന്നിട്ടുണ്ടോ ചേച്ചി? അല്ലെങ്കിൽ ഏട്ടൻ എപ്പോഴെങ്കിലും ആരോടെങ്കിലും പറയും അവിടെ ഇരിക്കാൻ? പിള്ളേരൊക്കെ അവിടെ കയറി ഇരുന്നാൽ പറയും മാറിപ്പോയി ആ കസേര പോയി ഇരിക്കാൻ പറയും. അങ്ങനെ പറയുന്ന ആളാണ്. കട്ടിലേലാണെങ്കിൽ കിടക്കാൻ സമയത്ത് അറ്റത്തോട്ട് പോകാൻ പറയും, അല്ലെ പറയും അപ്പുറത്തെവിടെങ്കിലും പോയി കിടക്കാൻ പറയും. അങ്ങനെയൊന്നും ആയിരിക്കൂല. എന്നാലും അല്ലല്ല എന്തുണ്ട് ഇന്നാളെ ആ വാഴത്തോപ്പിൽ സ്വന്തമായിട്ട് സംസാരിച്ചോണ്ട് തേരാപ്പാൽ എപ്പോഴും തനിയിരുന്ന് സംസാരിക്കും. ശരിയാണ്. അന്ന് ഇവിടെ നിന്ന് അവൻ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചപ്പോഴാ ഞാൻ നായര് വിളിച്ച് നിന്റെ അളിയൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ക്ലീറ്റോ? എടോ നിന്നിട്ട് ഒറ്റയ്ക്ക് വന്നിട്ട് 2 ചായ ചോദിക്കുന്നു, ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നു. കഴിഞ്ഞ ദിവസം അടുക്കള നീ നിന്നപ്പോഴല്ലേടി 2 ചായ വെച്ചേക്കുന്നത്. അപ്പൊ ഇവള് പറഞ്ഞ് ഇവക്ക് വേണ്ടെന്ന് പറയാം. അപ്പൊ പറയണ എനിക്ക് തന്നെ 2 ചായ തരാൻ. ഇത് ഒരു അതൊന്നല്ല, ഇത് എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു ജോത്സ്യനെ നമുക്ക് കൊണ്ടുവന്ന് കാണിക്കാം. എന്താ ജോത്സ്യൻ? നല്ലത് എവിടെയെങ്കിലും കൊണ്ട് ഒരു ഷോക്ക് അടിക്കും. തമാശയാണ്. തമാശ കാര്യമായിട്ട് പറഞ്ഞത്. ഇത് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് മറ്റേ അസുഖം എന്നാ തോന്നണേ. ഇപ്പൊ എല്ലാ പിള്ളേർക്കും വരുന്ന ഒരു അസുഖം ഉണ്ടല്ലോ, എന്തുവാ? ഡിപ്രഷനാണ്. അതിങ്ങനെയൊന്നുമല്ല പോകാൻ. ജോലി പോയിട്ടേനും ഇത് വേറൊരു കാര്യമുണ്ട്. പക്ഷെ ഒന്നല്ലെങ്കിൽ ഒരു ജോത്സ്യനെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ആശുപത്രി കാണിക്കണം. അന്ന് ആശുപത്രി കൊണ്ടുപോകണം. ഡോക്ടറെ നമുക്ക് അങ്ങനെ കാണിക്കാം. പിന്നെ ഇത് വേറൊരു കാര്യമുണ്ട് കേട്ടാ. ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റില് ഇവന്റെയൊക്കെ നല്ല സമയത്ത് ഒരുപാട് പ്രതികളെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഒലക്കൊക്കെ ഉരുട്ടല്, പിന്നെ പഞ്ചസാര കലക്കി കൊടുക്കല്, ഈർക്കിലി പ്രയോഗം, അതിന്റെയൊക്കെ ശാപമായിരിക്കും ചിലപ്പോൾ. അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ദില്ലി മോളെ ഇതല്ല, ഇത് കൂട്ടത്തിൽ കൂടുമ്പോ എല്ലാം അങ്ങ് ചെയ്തു പോവും, അല്ലാതെ മാറിയിരിക്കാനൊന്നും പറ്റൂല. ഇത് സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിക്കാം. എന്നാ പിന്നെ അധികം വൈകണ്ടടി കേട്ടാ. ആ എന്റെ പേര് ഇതൊരു സൈക്കാട്രിസ്റ്റ് ഉണ്ട്. നീ എന്തിനാ പോണേ? അല്ല, ഞാൻ പോയേ പറ്റൂ. എന്തിനാ പോകേണ്ട സമയമായി, അത് തന്നെ. എടാ കനക, ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്നെ കാണാൻ? അതെ, നിനക്ക് എന്നെ കാണാം, പക്ഷെ അവർക്ക് ആർക്കും എന്നെ കാണില്ലല്ലോ. അത് നല്ലല്ലേടാ. അല്ല, അവര് കാണുമ്പോൾ നീ ഒറ്റയ്ക്ക് നിന്ന് വർത്താനം പറയുന്ന പോലെയല്ല അവർക്ക് കാണുന്നത്. അവരെല്ലാരും കൂടി നിന്നെ ഭ്രാന്തനാക്കാൻ നോക്കിയാൽ എനിക്ക് സഹിക്കും. അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ പറയില്ല. പറഞ്ഞു, അതിനുള്ള യോഗം കൂടിയതൊക്കെ ഞാൻ അറിഞ്ഞു. എനിക്ക് വയ്യ അത് കേട്ടോണ്ട് നിൽക്കാൻ. നോക്ക്, ഈ ഭൂമിയിൽ ഞാൻ പോയതിനു ശേഷവും എൻ്റെ അപ്പന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അന്നേ ചെയ്തിട്ടുള്ളത് അതെനിക്ക് മറക്കാൻ പറ്റും. നിന്നെ കണ്ട് എൻ്റെ സന്തോഷം അറിയിക്കാനാണ് ഞാൻ നിന്നത്. പക്ഷെ ഇനി ഇവിടെ നിന്നാൽ നിന്നെ എനിക്ക് വേറെ രീതിയിൽ കാണേണ്ടി വരും. നിന്റെ വീട്ടുകാർ ആ രീതിയിൽ നിന്നെ കാണും. വയ്യ, എനിക്ക് ആ രീതിയിൽ നിന്നെ കാണാൻ പറ്റണം. നീ സന്തോഷമായിട്ടിരിക്കണം.
ജീവിതകാലം മുഴുവൻ സന്തോഷമായിട്ടിരിക്കണം. എനിക്ക് നിന്നെ കാണാൻ തോന്നുമ്പോഴേ ഞാൻ മോളിൽ നിന്ന് നിന്നെ നോക്കിക്കോളാം. നിനക്കെന്നെ കാണണം തോന്നുമ്പോൾ ഇതാ ആകാശത്തേക്ക് അങ്ങ് നോക്കിയാൽ മതി. അവിടെ ഏതെങ്കിലും നക്ഷത്രക്കൂട്ടത്തിൽ ഞാനുണ്ടാവും. നീ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. ഓട്ടേടാ. Aliens.